Hello guys, buenos dias España. അങ്ങനെയാണ് പറയാന്നറിയില്ല. സോറി, ഗുഡ് മോർണിംഗ് സ്പീഡ്. ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഇതൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഓളെ കാണാൻ പോവാണ് ഗൈസ്. ശേഷം നാട്ടിൽ നിന്നൊന്നും കണ്ടുമുട്ടാതെ ഞങ്ങളിപ്പോ കണ്ടുമുട്ടിയിരിക്കുന്നത് സ്പെയിനിലാണ് ഗൈസ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ലാർജസ്റ്റ് അൺഫിനിഷ്ഡ് കാത്തലിക് ചർച്ച് ഇൻ ദ വേൾഡ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമായ സാഗ്രദ ഫെമിലിയിലോട്ടാണ്. 1882 ഫേമസ് സ്പാനിഷ് ആർക്കിടെക്ട് ആന്റണി ഗൗഡിയാണ് ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 142 കൊല്ലമായിട്ടും ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല. 171 മീറ്ററാണ് ഇതിന്റെ ഉയരം. പിന്നെ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് പെർ ഹെഡ് 28 യൂറോന്റെ ഓൾമോസ്റ്റ് ആണ് ഇതിന്റെ ചാർജ്. നമുക്കിവിടെ ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കൗണ്ടേഴ്സ് ഒന്നുമില്ല. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് ഇവരുടെ സാഗ്രദ ഫെമിലിയുടെ സൈറ്റിൽ പോയിട്ട് വേണം ചെയ്യാൻ. ഞങ്ങളുടെ ഐഡിയും കാർഡ് വർക്ക് ചെയ്യാത്ത കാരണം വിജയവാഡയിൽ നിന്ന് നമ്മുടെ സ്വന്തം അനന്തയുടെ കാർഡ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. ഗൗഡി മരിക്കുന്ന ടൈമിൽ ഓൾമോസ്റ്റ് 20% മാത്രമേ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ പുള്ളി പണിത ചാപ്പലിൽ തന്നെയാണ് പുള്ളീനെ അടക്കം ചെയ്തിട്ടുള്ളത്. ഈ ചേർച്ചിൻ്റെ പുറത്ത് 18 ഗോപുരങ്ങളുണ്ട്. അതിൽ 12 എണ്ണം കർത്താവിൻ്റെ 12 ശിഷ്യന്മാരെയും പിന്നെ ബാക്കി 4 എണ്ണം ഉണ്ട്. അത് സുവിശേഷകരായ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. പിന്നെ ഉള്ളത് മാതാവിനെയും ഏറ്റവും വലുതൊന്ന് കർത്താവിൻ്റെയാണ്. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഫുൾ എന്തൊക്കെയോ അർത്ഥങ്ങളാട്ടോ. അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വാളുണ്ട്, അത് നേറ്റിവിറ്റി വാള്. അത് നമ്മുടെ ഈശോയുടെ ജനനത്തെ സൂചിപ്പിക്കണു. പിന്നെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറേ സ്തൂപങ്ങളുണ്ട്, സ്വർഗം, ഭൂമി, ഇതിനൊക്കെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഓൺലൈനിൽ ചോദിക്കും ചർച്ച് മതിയോ പ്ലസ് അതോ ചർച്ചും 2 ടവേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയത് വേണമെന്ന്. ഭാഗ്യത്തിന് ഞങ്ങൾ അപ്പം എടുത്തില്ലെങ്കിലും അതിൻ്റെ അകത്ത് കയറിയാൽ ഈ ടവേഴ്സിലോട്ടുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും ടിക്കറ്റ്. അപ്പം നമ്മൾ അതെടുത്തു. മെയിൻലി 2 ടവേഴ്സാണ്, നേറ്റിവിറ്റി ഫസാഡും പാഷൻ ഫസാഡും. നമ്മളതിൻ്റെ മുകളിൽ കയറി കുറച്ച് ദൂരമൊക്കെ ലിഫ്റ്റിൽ കയറാം, പിന്നെ നമ്മൾ കോണി കയറണം. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് ഈ ആൻ്റണി ഗൗഡി ഒരിക്കൽ പറഞ്ഞു, മൈ ക്ലൈൻറ്റ് ഈസ് നോട്ട് ഇൻ എ ഹറി. അപ്പോൾ പുള്ളി ക്ലൈൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ദൈവത്തിനെയാണ്. സോ ഇവിടെ ചിലവർ ഇതിനെ അന്ന കാലത്ത് തമാശയായിട്ട് പറയും, ദൈവമാണല്ലോ ക്ലൈൻറ്റ്. അപ്പം ദൈവം ഇടയ്ക്കിടയ്ക്ക് കോഫി ബ്രേക്കിന് പോയതുകൊണ്ടാണ് ഇതിൻ്റെ പണിയൊന്നും ഇപ്പോഴും തീരാത്തതെന്ന്. അങ്ങനെ നമ്മൾ പാർക്ക് ഗ്വല്ലെത്തി. ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൻ്റണി ഗൗഡിയാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് ഡ്രാഗൺ സ്റ്റെയർവേ, ഗൗഡി ഹൗസ് മ്യൂസിയം, ഗ്രീക്ക് തിയേറ്റർ. ഭയങ്കര രസമായിട്ടുള്ള ട്വിസ്റ്റഡ് വഴികളാട്ടോ ഇതിൻ്റെ ഒക്കെ. ഇതും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1900 ഓൾമോസ്റ്റ് 60 ലക്ഷറി വില്ലാസൊക്കെ ഉണ്ടാക്കി ഒരു പ്രൈവറ്റ് പാർക്കാക്കാന്നുള്ളൊരു ഐഡിയയിലാണ്. പക്ഷെ അതിൻ്റെ അത് 2 ഉണ്ടാക്കി തീർന്നുള്ളൂ. അതിൽ തന്നെ ഒന്നിൽ ഗൗഡിയായിരുന്നു ഓൾമോസ്റ്റ് 20 കൊല്ലം താമസിച്ചിരുന്നത്. പക്ഷേ ഈ പ്ലേസ് സിറ്റിയിൽ നിന്ന് ഭയങ്കര ദൂരത്തായിരുന്നു. അതായിരുന്നു ഈ പ്രൊജക്റ്റ് ഫെയിൽ ആവാനുള്ളൊരു റീസൺ. പിന്നീട് ഇത് പബ്ലിക്കിനായിട്ട് 1926 ഓപ്പൺ ആക്കി. ഇതും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒന്നാണ്. ഗൗഡി മ്യൂസിയം ഇവിടെയാട്ടോ. ഇവിടുത്തെ ബാത്റൂം പൊളിയാണ്, ഫുൾ നാച്ചുറൽ ഫീലിംഗ്. ബലതരകൾ ചെമ്പാല കുത്തി പൊളിച്ച അതിനകത്ത്. ആഹാ. കാസ മില അല്ലെങ്കിൽ ലാ പെട്രേറ, ഇതാണ് ഗൗഡി പണിത ലാസ്റ്റ് ഹൗസ്. നിങ്ങൾ അവിടെ എത്തിയപ്പോൾ ലൈറ്റ് ഷോയുടെ ടൈം ആയിരുന്നേ. അതിനാ ചുടുക്കത്തെ റേറ്റ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു അതിൻ്റെ പുറത്ത് നോക്കിയാൽ ആ ലൈറ്റ് ഷോയുടെ എന്തൊക്കെയോ കാണാതെ. അങ്ങനെ അത് വിശ്വസിച്ച് ഞാൻ കൃഷി അവിടെ വായി നോക്കിയിട്ടെങ്കിലും ഒന്നും കണ്ടില്ല ഗൈസ്. അവിടെ എന്തായാലും ടിക്കറ്റ് എടുക്കാത്ത കാരണം ഞാനും കൃഷിപ്പിൻ്റെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച്. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും എല്ലാ സ്ഥലത്തും പോയി വിലയൊക്കെ ചോദിച്ചോ, കുറേ നോക്കി, വായ വെള്ളം ഇറക്കി, കുറേ സുവനീസൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ തീരുമാനിച്ച പിന്നെ വാങ്ങാം. അങ്ങനെ അവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ചുമ്മാ നടന്നു. അങ്ങനെ ഇപ്പോൾ ചെങ്ങനെ നടന്നപ്പോൾ ദാണ്ടേ ബാർസയുടെ സ്റ്റോറ്, അതിൻ്റെ അകത്ത് കയറി പ്രൈസ് ടാഗ് കണ്ട് വഴി ഞങ്ങൾ തിരിച്ചോടി.